ഹലോ മച്ചാമാരെ, ഇന്ന് നമുക്കിതാ കിട്ടി ഗൈസ്. ആറ്റുമീനാണ് ഗൈസ്. ചിക്കനും മട്ടനും ബീഫൊന്നും അല്ല, ആറ്റുമീനാണ്, ആറ്റുമീൻ. അങ്ങനെ അതിന് കിട്ടിയ അതേപോലെ നേരെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ കറി വയ്ക്കുക, അല്ലെ ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ഇതിനുള്ള ബാക്കിയുള്ള എല്ലാ നടപടികളും അങ്ങനെ ചെയ്തു തുടങ്ങി. ഏതാണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി. ഇതാണ് കണ്ട, നല്ല നല്ല അടിപൊളി സാധനം, പൊരിക്കാൻ പറ്റിയ മീൻ. എന്തായാലും നമുക്കൊന്ന് അതിനുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ആദ്യം ഒന്ന് അതിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ വെക്കണ്ടേ, ഒന്നും അല്ലെങ്കിലും ആറ്റുമീനല്ലേ. അങ്ങനെ കുറേ നാൾ കൂടി വലയിട്ട് പിടിച്ചതാണ്. എന്തായാലും ഇതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കി. അങ്ങനെ വേണ്ട, ഇതാണ് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും അത് ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് ഒന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്. നമ്മളെ ഇന്നത്തെ ഷെഫ് അതിനൊരു സ്പെഷ്യൽ മസാലയാണ് ഇടുന്നത്. മസാല പ്ലീസ് നമ്മളിത് വെളിയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത് ഷെഫ് പറഞ്ഞു ഇന്നത്തെ മസാല എന്തായാലും പുറത്ത് വിടണ്ട, അതിൻ്റെ റെസിപ്പിയെല്ലാം നമുക്ക് പിന്നെ പുറത്തറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് നമ്മളൊന്ന് കാണിക്കാൻ നിന്നില്ല. എന്തായാലും സമയപരിധി കാരണം അതും കാണിച്ചില്ല നമ്മൾ. എന്തായാലും അങ്ങനെ നമ്മൾ ഇനി ബാക്കി അവശേഷിക്കുന്ന 2 മീനും കൂടെ അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത കലാപരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവരെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. പറഞ്ഞ സ്പെഷ്യൽ മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഇതങ്ങോട്ട് എടുത്ത് ആ എണ്ണയിലോട്ടൊക്കെ ഇട്ട് ജാഫർ ഇടുക്കിയുടെ ബീഫ് പോലും തോറ്റു. ആ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അത് കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നു സാറേ. ചട്ടിയൊക്കെ ചൂടായി ഗൈസ്. എണ്ണയൊക്കെ ഒഴിച്ച് ഓരോന്നായിട്ട് പതിയെ അങ്ങനെ അതിനകത്തോട്ട് വെച്ച് കൊടുത്ത്. ആറ്റുമീൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മത്സ്യമാണ്. അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റി ഫുഡുമാണ്. എന്തായാലും നമുക്കിതെല്ലാം അങ്ങനെ വെച്ച് കൊടുത്ത് ഫുള്ള് വയ്ക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും നമുക്ക് കൊള്ളുന്നത് പോലെ ചെയ്യാം, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പതിയെ നമ്മളിങ്ങനെ അടുക്കി വെച്ച് അത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്ന് സാറേ. എന്തായാലും അച്ഛന്മാർ അതൊന്ന് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രത്തോളം വെയിറ്റ് ചെയ്തെങ്കിൽ വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായി തീരുമെന്ന് അവസാനം. അപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിൻ്റേതായിട്ടുള്ള ഒത്ത മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇരിക്കട്ടെ. എന്തായാലും സെറ്റായിട്ടുണ്ട് ഗൈസ്. മറിച്ച് ഇതാണ് ആറ്റുമീൻ്റെ ഒരു വേവിക്കുന്ന ഒരു വശം. ഒരു ഇത്രയൊക്കെ വേവാവും. ഓവർ അങ്ങ് വെന്ത് കഴിഞ്ഞാലും ആറ്റുമീൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഏതാണ്ടൊക്കെ റെഡിയായി ഗൈസ്. നമുക്ക് പതിയെ ഈ വേവോടുകൂടി പതിയെ ഇറക്കാം. ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും അതങ്ങ് പാത്രത്തിലോട്ടിടുന്ന ഒരു കലയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടിയും കൂടെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഗൈസ്. ഇതാണ് നോക്ക് ഗൈസ്, കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഇത് തിന്നാൻ. ഒന്നും പറയാനില്ല, അടിപൊളി. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഓക്കേ.